ഒരു സമ്മർ കാർണിവലിൽ കണ്ട പലതരത്തിലുള്ള കാഴ്ചകളും അവിടുത്തെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളും ചേർന്നാണ് ഇന്നത്തെ വീഡിയോ. ഈ കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നടന്ന പെസഫിക് മാൾ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു ഈ ഒരു സമ്മർ കാർണിവൽ കണ്ടക്ട് ചെയ്തത്. വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ. ഇതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി മാർക്കം റീജിയനിലെ മേയറെല്ലാം വന്നിരുന്നു. ഞങ്ങൾ പോയതും വെള്ളിയാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റോളുകളെല്ലാം തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഫുഡ് കിട്ടുന്ന കൗണ്ടേഴ്സ് മാത്രമല്ല, ബിയറും വൈനും കിട്ടുന്ന കൗണ്ടേഴ്സ് എല്ലാം ഉണ്ട്. നമുക്ക് പിന്നെ തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇതാണ് വിഷിംഗ് ഗാർഡൻ. ജാപ്പനീസ് കൊറിയൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഒന്നാണ് വിഷിംഗ് ഗാർഡൻ. അതിൻ്റെ റൂൾസും റെഗുലേഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയൊരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും കളർഫുള്ളായ മരങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഹാങ് ചെയ്ത് തരാൻ പറ്റും. ഒരാളുടെ വിഷ് എല്ലാം ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഈ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കൗണ്ടറിലോട്ടാണ്. ഫുഡ് കൗണ്ടറിലെ മെയിൻ അട്രാക്ഷൻ സീ ഫുഡായിരുന്നു. ഏറ്റവും കൂടുതലുണ്ടായിരുന്ന പലതരത്തിലുള്ള കണവകളായിരുന്നു. അതെല്ലാം തവ ഫ്രൈ ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ഇത് മേടിക്കാനും ഒരുപാട് ആൾക്കാരുകൾ വന്ന് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. കണവ പലതരത്തിലുള്ള സോസുകളിൽ മുക്കി തവ ഫ്രൈ ചെയ്തതായിരുന്നു ഇവർ കുക്ക് ചെയ്യുന്ന രീതി. പിന്നെ ഓയിസ്റ്ററുകൾ ഉണ്ടായിരുന്നു. ഓയിസ്റ്ററും ഇതുപോലെ പല സോസുകളും മസാലയും വെച്ച് ബാർബിക്യൂ പോലെ ഗ്രില്ല് ചെയ്താണ് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങൾ പിന്നെ അതൊന്നും ട്രൈ ചെയ്തില്ല, ജസ്റ്റ് വീഡിയോ എടുത്ത് വരികയും ചെയ്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബീഫും ലാമ്പും ഉണ്ടായിരുന്നു. അതല്ല, ബാർബിക്യൂ ചെയ്ത് പല പല സോസുകളിൽ മുക്കിയാണ് എടുക്കുന്നത്. ഇതെല്ലാം കൊറിയൻ റിലേറ്റഡ് ഫുഡാണ്. തൊട്ടപ്പുറം തന്നെയാണ് ബിയറിൻ്റെയും വൈൻ ഗാർഡൻ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും മേടിച്ച് നേരെ അവിടെ പോയിരുന്ന് കഴിക്കാനും പറ്റും. എല്ലാവരും ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ്. കൗണ്ടറിൽ നിൽക്കുന്ന സ്റ്റാഫെല്ലാം വളരെ ഹാപ്പിയാണ്. ലാമ്പും ബീഫ് എല്ലാം ഗ്രില്ല് ചെയ്ത് അതെല്ലാം കഴിച്ചു പോകുന്ന ആൾക്കാരുകളെയാണ് നമുക്കിവിടെ ചുറ്റും കാണാവുന്നത്. ഇത് മട്ടൻ്റെ ഗ്രില്ലാണ്. ഇത് 4 പീസിന് $10 റേറ്റ് വരുന്നത്. മട്ടനും ബീഫും എല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് സ്ക്വിഡാണ്. കണവ റിലേറ്റഡ് ആയ ഫുഡുകളാണ് ഒരുപാട് കൗണ്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പലതരത്തിലാണ് ഇതെല്ലാം കുക്ക് ചെയ്യുന്നതും. എല്ലാം തവ ഫ്രൈ ആണ്. പക്ഷെ അവരിടുന്ന മസാലകളിൽ പല പല വെറൈറ്റി മസാലകളുണ്ട്. ഇവിടെ പിന്നെ സീ ഫുഡിൻ്റെ കൗണ്ടർ മാത്രമല്ല കേട്ടോ, സ്പ്രിംഗ് റോളിൻ്റെ കൗണ്ടർ ഉണ്ട്, പല പല സ്വീറ്റ്സ് കിട്ടുന്ന കൗണ്ടറുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ ചലഞ്ചുള്ള ഈ ഒരു കൗണ്ടറായിരുന്നു. സ്ക്വിഡ് ഗെയിം സീരീസ് കാണുന്ന പോലത്തെ സ്വീറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത $100 $50 കിട്ടുന്ന ചലഞ്ച് സ്കീമുകളെല്ലാം ഉണ്ടായിരുന്നു. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്തിരി പേടിച്ചിട്ടാണെങ്കിലും മിച്ചു അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എല്ലാം എടുത്തായിരുന്നു. പിന്നെ കണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ നല്ല നാടൻ കരിമ്പ് ജ്യൂസ്. പിന്നെ കണ്ട് നമ്മൾ ബാംഗ്ലൂരെല്ലാം കാണുന്ന പോലത്തെ ഫുൾ പൊട്ടറ്റോ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിരുന്ന പൊട്ടറ്റോ ചിപ്സും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സും ഉണ്ടായിരുന്നു. അതിൻ്റെ പൊട്ടറ്റോ ചിപ്സ് ഞങ്ങൾ ഒരെണ്ണം മേടിച്ചായിരുന്നു. ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോയുടെ ചിപ്സ്. അതിൻ്റെ കളർ ചെറിയ വ്യത്യാസമുണ്ട്. അതിന് ഷാഗി ഷേപ്പിലുമാണ് ഇരിക്കുന്നത്. ഞങ്ങൾ മേടിച്ചത് പൊട്ടറ്റോ ചിപ്സാണ്. ഒരു ഫുൾ ചിപ്സിന് $10 ആയിരുന്നു. നമുക്ക് അവിടെ നിന്ന് ചിപ്സ് മേടിച്ച് അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ അതിൻ്റെ കുറച്ച് മസാലകൾ ഇടണം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് നമുക്ക് അതിനകത്ത് പൗഡർ ചെയ്തെടുക്കാൻ പറ്റും. ഞങ്ങൾ കുറച്ച് സോൾട്ടും പിന്നെ ബാർബിക്യൂയുടെ പൗഡറുമാണ് നമ്മൾ ആഡ് ചെയ്തത്. പക്ഷേ ചീസിൻ്റെ ഫ്ലേവേഴ്സ് ഉണ്ട്, ഒരുപാട് ഫ്ലേവേഴ്സുള്ള പൗഡറുണ്ട്. നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും. അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതുപോലുള്ള പൊട്ടറ്റോ ചിപ്സ് ഞാൻ ആദ്യം കാണുന്നതും കഴിക്കുന്നതും ബാംഗ്ലൂർ വെച്ചായിരുന്നു. ഇത് കണ്ടതും ഒരുപാട് പേര് കഴിക്കുന്നതും കണ്ടപ്പോൾ ഇച്ചുവിന് ഒരേ കൊതി ഇത് വേണം എന്നുള്ളത്. പിന്നെ ഞാനും മിഹയും വിചാരിച്ചു, ഞങ്ങളും കഴിച്ചിട്ട് കുറേ നാളായല്ലോ, ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് കരുതി. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കൗണ്ടറിലും ഏറ്റവും കൂടുതൽ കാണുന്നത് കണവയുടെ ബാർബിക്യൂ തന്നെയാണ്. പൈസ എല്ലാം കറക്റ്റായിട്ട് എൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മിക്ക കടകളിലും കാർഡും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 1-2 കടകളിൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ക്യാഷ് മാത്രമേ എടുക്കുന്നുള്ളൂ. സ്ക്വിഡെല്ലാം ഫ്രഷ് ആക്കി നമ്മുടെ മുമ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമനുസരണം നമ്മൾ പറയുന്ന പീസ് അവർ അതേപോലെ തവ ഫ്രൈ ചെയ്തു. പിന്നെ മാംഗോ റിലേറ്റഡ് ആയ ഫുഡുകൾ ഇടുന്ന സ്റ്റോറായിരുന്നു. മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടായിരുന്നു. ഈ ഒരു കൊറിയൻ ഫ്രൈഡ് ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സ്നാക്സുകൾ മേടിച്ചായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് എന്ത് സാധനം മേലും എടുക്കാം. 100 ഗ്രാമിന് $5 വരുന്നത്. ഓണിയൻ റിങ്സ് ഉണ്ടായിരുന്നു, സ്പ്രിംഗ് റോൾസ് ഉണ്ടായിരുന്നു, ചിക്കൻ സമൂസ ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് ടീക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് 100 ഗ്രാം എടുക്കുന്നുണ്ടെങ്കിൽ $5 വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചെറിയ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തായിരുന്നു. നമുക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ബോക്സ് തന്നു. ആ കുഞ്ഞ് ബോക്സിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മിഹ പറക്കിയിടുകയാണ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം വെയിറ്റ് നോക്കി നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം അവരതൊന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കും, ഇത്തിരി കൂടി ക്രിസ്പി ആവാൻ വേണ്ടി. ഇത് കുറേ നേരം പുറത്ത് വെച്ചുകൊണ്ട് ചിലപ്പോൾ തണുത്തിരിപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സോസുകൾ ഏതാണെന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ആ സോസുകളും എടുത്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് പോകാം. വെയിറ്റ് എല്ലാം നോക്കി ഓൾമോസ്റ്റ് ഒരു $8.5 $9 അടുപ്പിച്ചായി. അതിനുശേഷം അവർ നേരെ അതവിടെ ഫ്രൈ ചെയ്ത് ഒന്നുകൂടി എടുത്തു. അതൊരു 30 സെക്കൻഡോളം ഫ്രൈ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അവർ ഏതൊക്കെ സോസ് വേണമെന്ന് വെച്ചു. സോസ് എല്ലാം മേളിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സോസ്, ആദ്യം സോസ് വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ ജസ്റ്റ് ചീസിൻ്റെ സോസ് മാത്രം എടുത്തു. അപ്പോൾ ജസ്റ്റ് ഒരു ചീസി ഫ്ലേവർ കിട്ടുന്നത്. പക്ഷേ അത് ആ സോസ് കൊള്ളില്ലായിരുന്നു. ഭയങ്കര ഓയിലി ആയി ഗ്രീസി ഫ്ലേവറായിരുന്നു. പിന്നെ ഞങ്ങൾ അതുകൊണ്ട് തൊട്ടടുത്ത് ചെറിയൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ സൈഡിൽ പോയിരുന്നു ഞാനും ഇച്ചും മിഹയോട് കഴിച്ചു. അതിനകത്ത് ഒണിയൻ റിങ്സ് ഉണ്ടായിരുന്നു. ഒണിയൻ റിങ്സ് കഴിച്ചു നോക്കി.
പിന്നെ ഷ്രിമ്പ് ഉണ്ടായിരുന്നു, അത് കഴിച്ച് നോക്കി. എല്ലാം ടേസ്റ്റ് എല്ലാം ഓക്കെ ആയിരുന്നു. അതിനകത്തുണ്ടായിരുന്ന ഷ്രിമ്പിനും ചിക്കൻ ഫില്ലറ്റിനും പിന്നെ ഒണിയൻ റിങ്സിനും ചിക്കൻ സമൂസയ്ക്കെല്ലാം ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ സോസ് എടുത്തത് മാത്രമായിരുന്നു ഞങ്ങളുടെ റോങ് ചോയ്സ്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഇച്ചുവിന് ഇഷ്ടപ്പെട്ടത് ഷ്രിമ്പ് നല്ല ഒരു ഫ്ലേവറുള്ള ഷ്രിമ്പായിരുന്നു. ഇച്ചുവിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ അത് കുറച്ച് കഴിച്ചായിരുന്നു. 2-3 പീസ് എടുത്തായിരുന്നു, അത് കഴിച്ചു. മിഹ പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇച്ചുവിനും ഷ്രിമ്പ് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അവൻ അതെല്ലാം നല്ലപോലെ കഴിച്ചു. ഈ ബ്രോസ്റ്റഡ് ഷ്രിമ്പ് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു. ആ കൊഞ്ചിൻ്റെ ഫ്ലേവറെല്ലാം ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു. നല്ല ഡീപ്പായിട്ട് പൊരിച്ചെങ്കിലും കൊഞ്ചിൻ്റെ ഫ്ലേവേഴ്സ് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അത് എനിക്കും ഇച്ചുവിനും മിഹിക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അതും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ദാഹം തോന്നി. പിന്നെ ഞങ്ങൾ വീണ്ടും ആ ഷുഗർ കേനും കിട്ടുന്ന കൗണ്ടറിലേക്ക് പോയി ഒരു ചെറിയ ഗ്ലാസ് ജ്യൂസ് മേടിച്ചു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ലൈമിൻ്റെയും ജിഞ്ചറിൻ്റെയും ഫ്ലേവറാണ് അതിനകത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ലൈമും ജിഞ്ചറും അതിനകത്ത് അവർ ആഡ് ചെയ്തിരുന്നു. അതിനുശേഷം ജ്യൂസ് അതേപോലെ ഒരു പൈപ്പിലൂടെ തുറന്ന് നമ്മുടെ ഈ ജഗ്ഗിലേക്ക് വരും. അവർ ഗ്ലാസ് ഫില്ല് ചെയ്യാൻ വെച്ച് അത്രയുള്ളൂ, ബാക്കി അവർ കളയുന്ന കരുതി. പക്ഷേ അവർ ക്യാപ്പ് വെച്ചതിന് ശേഷം ബാക്കി അതിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ചു. അപ്പോൾ നമുക്ക് ഫുൾ ജ്യൂസും. എന്തായിരുന്നാലും ചെറിയൊരു ഗ്ലാസ്സിന് $7.5 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു റേറ്റാണ്. പണ്ട് ട്രാവൻകൂർ മാളിൽ പോകുന്ന സമയത്ത് എപ്പോഴും ഷുഗർ കെയിൻ ജ്യൂസ് മേടിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയിലാണ് അവൻ പറഞ്ഞത് ഷുഗർ കെയിൻ ജ്യൂസ് വേണം എന്നുള്ളത്. അവന് കിട്ടിയപ്പോൾ തന്നെ അവൻ ഭയങ്കര ഹാപ്പിയായി. അപ്പം തന്നെ അത് കുടിക്കുകയും ചെയ്തിരുന്നു. ആ ഷ്രിമ്പെല്ലാം കഴിച്ച് ഭയങ്കര ദാഹത്തിരിക്കണമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര റിലീഫായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. ഷുഗർ കെയിൻ മാത്രമല്ല വേറെ ഒരുപാട് ഫ്രൂട്ട് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ ഫ്രൂട്ട്സും ജ്യൂസും കിട്ടുന്ന വേറെ ഒരുപാട് കൗണ്ടേഴ്സ് ആയിരുന്നു. ഫ്രൈഡ് ചിക്കൻ്റെ കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇത്രയും കൗണ്ടേഴ്സിനിടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും അട്രാക്റ്റീവുമായിട്ട് തോന്നിയത് ഈ കോട്ടൺ ക്യാൻഡികൾ ഉണ്ടാക്കുന്ന ഒരു പലതരത്തിലുള്ള രൂപങ്ങളെയാണ്. കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന പലതരത്തിലുള്ള ചെറിയ ചെറിയ മിക്കി മൗസുകളെ പോലുള്ള രൂപങ്ങളെല്ലാം ഇവരുണ്ടാക്കുന്നുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. ഇത് വലിയൊരു കോട്ടൺ ക്യാൻഡി ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് അതിനകത്ത് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം. ഇതിപ്പം വലിയൊരു കോട്ടൺ ക്യാൻഡി പോലെ ഉണ്ടാക്കിയിട്ട് അത് മിക്കി മൗസിൻ്റെ തലയാക്കി, പിന്നെ അതിന് 2 ചെവി വെച്ചു, പിന്നെ അതിൻ്റെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അത് മേടിക്കുന്നവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. നല്ലൊരു രൂപമാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും അട്രാക്റ്റീവുമാണ്. അത് മേടിക്കുന്നതിന് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടത് ഒരു ഫിലിപ്പിനോ ഫുഡ് കൗണ്ടറായിരുന്നു. അതിനകത്ത് ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് കാണാൻ കഴിഞ്ഞു. ഞാൻ ഖത്തറിൽ നിന്ന് വന്നതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കുറേ ഫിലിപ്പിനോ ഫുഡുകൾ കാണാൻ പറ്റുന്നത്. അവിടെയും പൊട്ടറ്റോ ചിപ്സുകൾ അവിടെ വെച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ പൊട്ടറ്റോ ചിപ്സ് ഇത്തിരി കൂടി ചീപ്പായിരുന്നു. ഇവിടെ 2 ഇതേപോലത്തെ പൊട്ടറ്റോ ചിപ്സിന് $10 ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം മേടിച്ചത് $10 ഒരെണ്ണമായിരുന്നു. ഇതാണ് ആദ്യം കണ്ടിരുന്നെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മേടിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ, സ്വീറ്റ് പൊട്ടറ്റോസ് ഇല്ല. ഇവിടെ കുക്ക് ചെയ്യുന്ന തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും, നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റും. ഇവിടെ വന്നാൽ മതിയായിരുന്നു. എന്തായിരുന്നാലും പറ്റിയത് പറ്റി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും മേടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ഇവൻറ്റുമായി കാണാം. ബൈ ദെൻ.